അപ്പോൾ പടം തുടങ്ങിയ ഉടനെ ഇതുപോലെ ലൈക്ര പ്രൊഡക്ഷൻ എന്നൊക്കെ എഴുതി കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശങ്കർ അണ്ണൻ്റെ വേറെ എഴുതി കാണിക്കും, ശങ്കർ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇച്ചോടെ കഴിയുമ്പോൾ അതിന് അങ്ങേറെ മറ്റേ മ്യൂസിക്കൽ ഡയറക്ടർ അനിരുദ്ധിൻ്റെ വീട് എഴുതി കാണിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പടം നൈസായിട്ട് അങ്ങ് തുടങ്ങും. ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത അമ്മാതിരി കാട്ട് മർമ്മങ്ങളുകൊണ്ട് വരുന്നു. എവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇമ്മാതിരി മർമ്മങ്ങളൊക്കെ? അയ്യോ, ഇത്ര തെളിഞ്ഞ മർമ്മങ്ങളൊക്കെ ഉള്ളൊരു പടം ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യം തന്നെ ഇന്ത്യയിലെ കുറേ ചറപറ അനീതികളെല്ലാം കാണിച്ചോണ്ട് വിദ്യാഭ്യാസ ലോൺ എടുത്ത വിദ്യാർത്ഥിയുടെ വീട്ടിൽ ബാങ്കുകാരുടെ അതിക്രമം. ബാങ്കുകാർ വിളിച്ചു പറഞ്ഞു കേട്ടോ, ഡ്രോണായിട്ട് വരാണ്ട് കൃത്യം എടുത്തിട്ടുണ്ട്. വെരി നൈസ്. ലോണിന്റെ ബാക്കി പൈസ എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് പോയിക്കോ. ഓ ശരി അമ്പ്ര. അതൊരു ഡൗട്ട്, ആ നോക്കിക്കുന്ന പഴങ്കഞ്ഞകളോട് എന്തിനു നിൽക്കുന്നു? നാട്ടുകാരാണത്ര നാട്ടുകാര്. ഓ അതൊക്കെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ അണ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. ഭയങ്കര ആള് തന്നെ കേട്ടോ, ഭയങ്കര ആള് തന്നെ. മേഡം എന്താ ഉണ്ടായെന്ന് പറ. നിങ്ങളുടെ മോളുണ്ടായിരുന്നല്ലേ, ഇവർക്ക് എന്താ പറ്റിയേ? ചിത്ര അരവിന്ദ്, സോഷ്യൽ മീഡിയ, ഇപ്പൊ ഐ വിറ്റ്നസ്. അവിടെ ഒരു ചാകാൻ കിടക്കുന്നു, അപ്പം രണ്ടോടെ കടന്ന് കഥാപ്രസംഗം കളിക്കുന്നു. അങ്ങനെ ഈ അനീതികളെല്ലാം കണ്ടു നിൽക്കാൻ പറ്റാത്ത നമ്മുടെ നായകനും കൂട്ടുകാരെല്ലാം കൂടെ കം ബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരു ടാഗൊക്കെ ഇട്ട് പോസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങ് ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ഇന്ത്യൻ അണ്ണനാണെങ്കിൽ എവിടെയോ മർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്കൊന്ന് കാണാം. ഇല്ല, ചത്ത് 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 ചത്ത്. അയ്യോ അല്ല, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ സാധനം. ഹാ, പൊളി പൊളി പൊളി. ഇത് എന്തിത്? ഇത് എന്തിന്റെ കുഞ്ഞിത്? ഇത് എന്ത് കളറ്? എന്തോന്ന് 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 ഒറ്റ കുത്തില് ലീഡ് ആണിനെ പെണ്ണാക്കിയ എന്തരടെ ഇത്? ആരും തെറ്റിദ്ധരിക്കണ്ട, ചന്ദ്രമഴ സീരിയലിൽ നിന്ന് ഇറങ്ങി വന്ന ആളാ. അപ്പം നമ്മുടെ നായകൻ ഇങ്ങനെ കുത്തി കുതിരയാക്കും. ഇങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടും. കുറേ നാട്ടുകാരും വീട്ടുകാരെല്ലാം ഓടും, പക്ഷെ പിടിക്കാൻ കിട്ടത്തേ ഇല്ല. ബൈക്കിൽ പോകുന്ന ആൾക്കാർ, ഓടിപ്പോകുന്ന ആൾക്കാർ, എന്നാലും കുതിരയെ പിടിക്കാൻ കിട്ടത്തില്ല. എന്തൊരു ഓട്ടമാണ് ചങ്ങായി ഇത്. അവസാനം അപ്പുറത്തും ഇപ്പുറത്തെ ആൾക്കാർ കാണുമ്പോൾ അങ്ങേര് പാലത്തിൽ നിർത്തങ്ങ് ചാടും. കൺഗ്രാജുലേഷൻസ് ബ്രോ. ശരിക്കും ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. അവരുടെ തലച്ചോറ് വരെ റോക്കറ്റ് പിടിച്ച് അങ്ങോട്ടോ പോയിട്ടുണ്ട്.